നിങ്ങളൊക്കെ കടൽ കണ്ടിട്ടുള്ളവരാണോ? കടലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കടൽ ഒരു അത്ഭുതമാണ്. കടലെന്ന് പറഞ്ഞാൽ ഒരു മഹാവിസ്മയം തന്നെയാണ്. അപ്പം നിങ്ങളൊക്കെ കടൽ കണ്ടിട്ടുള്ളവരാണോ? അപ്പം നിങ്ങൾ പറയും, കടൽ കണ്ടിട്ടുണ്ട്, ഞാൻ കരുനാഗപ്പള്ളിയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചവറയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊക്കെ ഇപ്പം നിങ്ങളെന്നോട് കടൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അങ്ങനെ പറയാം. പക്ഷേ നമ്മളൊക്കെ കണ്ടത് എന്താണ്? കടലിൻ്റെ തീരവും തിരയും പോലും നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ കടൽ കണ്ടിട്ടില്ല, കാരണം ആഴക്കടൽ നമ്മൾ കണ്ടിട്ടില്ല. കടലിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയുമോ? കടലെന്ന് പറഞ്ഞാൽ ഒരുപാട് നിഗൂഢതകൾ അടങ്ങിയതാണ് കടൽ. അങ്ങനെയുള്ള കടലിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആഴക്കടൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. കടലിൻ്റെ അടിത്തട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കടൽ കണ്ടു എന്ന് പറയുന്നത് എന്താണ്? കടൽ കണ്ടു എന്ന് നമ്മൾ പറയുന്നത് കടലിൻ്റെ ചെറിയ ഒരു തീരം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കടൽ കണ്ടു എന്ന് പറയുന്നതിൽ എന്തില്ല യാതൊരു കടൽ കണ്ടെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല കേട്ടോ. കടലെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കടലിൻ്റെ തീരവും തിരയും മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, കടലെന്ന് പറഞ്ഞാൽ ഒരു മഹാവിസ്മയമാണ്. അതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറയാൻ എന്താണ്? ആ ജീവിതം ഒരു മഹാവിസ്മയമാണ്, ഒരു അത്ഭുതമാണ് ജീവിതം. ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജീവിതം എന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു പടയോട്ടമാണ് ജീവിതം. നമ്മളൊക്കെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി പരിശ്രമിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നതാകട്ടെ നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളായിരിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം ജീവിതം അങ്ങനെയാണ് കേട്ടോ. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഇതിനെയൊക്കെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ കഴിവ് കേട്ടോ. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ കഴിവ് കൊണ്ട് എന്ത് ചെയ്യണം? ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കണം. നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിവിദഗ്ധമായി തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ എന്ത് ചെയ്യണം? ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എന്തായാലും അതിനെ അഭിമുഖീകരിക്കാൻ ഒരു മനോധൈര്യം നമുക്കുണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? നന്മകൾ പ്രവർത്തിക്കുക, തിന്മ പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ. തിന്മയുടെ പാത നമ്മൾ ജീവിതത്തിൽ അവലംബിക്കുവാൻ പാടില്ല. നന്മ പ്രവർത്തിക്കുക, ശരിക്കൊപ്പം നിൽക്കുക, നന്മയ്ക്കൊപ്പം നിൽക്കുക, നന്മ പ്രവർത്തിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ജീവിതത്തിൽ എന്തില്ല? ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതാണ് ജീവിതം. അപ്പോൾ അതിനെയൊക്കെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. അതിന് നമുക്ക് മനോധൈര്യം ഉണ്ടായിരിക്കണം. ഇല്ലേ എന്ത് ചെയ്യും? ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതം ഇവിടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ മനസ്സ് തളരാൻ പാടില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യാം? ജീവിതത്തിൽ അതിവിദഗ്ധമായിട്ട് മുന്നേറണം. നന്മകൾ പ്രവർത്തിക്കണം, തിന്മകൾ പ്രവർത്തിക്കാൻ പാടില്ല. തിന്മകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്ക് ദ്രോഹമായി മാറുന്ന പ്രവൃത്തികളാണ് എന്ത്? തിന്മകൾ. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ. നന്മയ്ക്കൊപ്പം നിൽക്കുക, ശരിക്കൊപ്പം നിൽക്കുക, നന്മ പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്.